ധർമ്മസ്ഥലയിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹവും ഉള്ളതായി സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. വിമർശിക്കുന്നവർ കാത്തിരിക്കണമെന്നും കൂടുതൽ അസ്ഥിഭാഗങ്ങൾ ലഭിക്കുമെന്നും സാക്ഷി പറഞ്ഞു. ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിൽ 100-ലധികം പെൺകുട്ടിയുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതായി കോടതിക്ക് അന്വേഷണ സംഘത്തിനും നൽകിയ മൊഴിയാണ് മുൻ ശുചീകരണ തൊഴിലാളിയായ സാക്ഷി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടി വെളിപ്പെടുത്തുന്നത്. കുഴിച്ചുമൂടിയതിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹവുമുണ്ട്. 15 വയസ്സുള്ള മലയാളി പെൺകുട്ടിയുടെ മൃതദേഹമാണ് മറവ് ചെയ്തത്. കുഴിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ പാറകൾ നിറഞ്ഞിരിക്കുകയാണ്. 4 അടി ഉയരത്തിൽ കല്ലും മണ്ണുമിട്ട് നികത്തിയിട്ടുണ്ട്. ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದಂತು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ರೆ ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ, ಆ ಹುಡುಗಿ ಶವವನ್ನು ಹುಡುಕಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟಕ್ಕೆ ಹೋಗ ನಮ್ಮನ್ನು ಜೀಪಲ್ಲಿ ಬಾಡಿ ಜೀಪಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು D ನಂಬರ್ ಬೀಟಲ್ಲಿ. ಹೀಗೆ ಹೋಗಿ ಹೀಗೆ ಎದ್ದು ರೋಡು ಕ್ರಾಸ್ ಆಗಿತ್ತು ರೋಡು. ಈಗೇನ ಇದೆ JCB ಕೆಲಸ ಮಾಡಿ ಸಸ್ಸ ಮಾಡಿದ್ದಾರೆ ರೋಡನ್ನು. അത് JCB കണി തെളിച്ചിದ್ದಾರೆ കൈടಲ್ಲಿ. മണ്ണിടിച്ചിലും മഴയും വെള്ളപ്പൊക്കവും കാരണം ഭൂപ്രകൃതിയിൽ മാറ്റം വന്നു. അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്ത 13ാമത്തെ പോയിന്റിൽ മാത്രം 70-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. സ്ഥലം കാടുമൂടി കൃത്യമായി മനസ്സിലാകാത്ത അവസ്ഥയാണ്. ധർമ്മസ്ഥലയിൽ കുഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നായയെ കുഴിച്ചിടുന്നത് പോലെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. മൃതദേഹങ്ങൾ താൻ കുഴിച്ചുമൂടിയതിന് സാക്ഷികളുണ്ട്. അക്കാര്യം അവർ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അന്ന് കൂടെയുണ്ടായിരുന്നവരുടെ പേര് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നിലവിൽ കൈമാറി. തന്നെ വിമർശിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കണം. കൂടുതൽ മനുഷ്യാസ്ഥികൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും സാക്ഷി പറഞ്ഞു. ಜಾಗ ಈಗ ಅದನ್ನು ಒಂದು ಕಟ್ಟೆಯಾಗಿ ಕಟ್ಟಿ ಮಣ್ಣು ತುಂಬಿಸಿದ್ದಾರೆ. ತುಂಬಾ ಎತ್ತರದ ಮಣ್ಣು ತುಂಬಿಸಿದ್ರಿಂದ ಅದು ಏನೋ ನನಗೆ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು. ಈಗ ಮಣ್ಣು ಜಾಸ್ತಿ ಒಂದು 15 ಅಡಿಯಷ್ಟು ಮಣ್ಣು ತುಂಬಿಸಿದ್ದಾರೆ. ಅಡಿ ಮಣ್ಣು ಕಪ್ಪು ಮಣ್ಣು, ಆ ಕಪ್ಪು ಮಣ್ಣಲ್ಲಿ ನಾವು ಮಣ್ಣು ಮಾಡಿದ್ವು. ಅಂದ್ರೆ ನನ್ಗೀಗ ಅದು ಸಹ ಬಾರಿ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು. ಯಾಕೆ ಹಣ ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ. ನಾವು ಊಟ ಹಾಕಿದ್ದು ಸತ್ಯ. ಆ ಊಟ ಹಾಕಿದ್ದನ್ನು ಕೆಲವೊಂದು ಜನಗಳು ನೋಡಿದ್ದಾರೆ, ಕೆಲವೊಂದು ಜನಗಳು ನೋಡೋದನ್ನು ಇರ್ತಾರೆ. ಅದೀಗ ಸಾಧಿ ಇನ್ನೂ ಕೆಲವು ಸಾಧಿ ಜಾಗಗಳು ಇದೆ, ಅದನ್ನೆಲ್ಲ ತೆಗಿಬೇಕು. SIT അധികാരികൾ ಹತ್ರ കേൾക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തെളിയിസ്ತಾರೆ, ಅದನ್ನು ಕೂಡ ತೆಗ್ಲಿಕ್ಕೆ ತುಂಬಾ ಉಂಟು. താൻ കൂടി തെറ്റ് ചെയ്തുവെന്ന് ബോധ്യമുള്ളതിനാലാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വെറുതെ പറയുമോ എന്നും സാക്ഷി ചോദിക്കുന്നു. പട്ടികജാതി വിഭാഗക്കാരനായ താൻ ധർമ്മസ്ഥലയിൽ ജ്യേഷ്ഠനോടൊപ്പമാണ് തൂപ്പുജോലിക്ക് ചേർന്നതെന്നും ഇയാൾ വെളിപ്പെടുത്തി. സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 2 സ്ഥലങ്ങളിൽ നിന്നാണ് മനുഷ്യാസ്ഥിഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്തിയത്. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.